ഹായ് വ്യൂവേഴ്സ്, കായലുകളുടെയും കളിവെള്ളങ്ങളുടെയും കൈത്തോടുകളുടെയും നാടായ ആലപ്പുഴയിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കുടുംബശ്രീ സംരംഭത്തെ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഈ ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം. ആലപ്പുഴയുടെ പ്രകൃതി മനോഹാരിത കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കുന്നതിനു വേണ്ടി കേരള ഗവൺമെൻറ് ആരംഭിച്ച അഭിമാനകരമായ പദ്ധതിയാണ് വേഗ ബോട്ട് സർവീസ്. ഈ വേഗ ബോട്ട് സർവീസിൽ കുറഞ്ഞ ചെലവിൽ കുട്ടനാടൻ ഉച്ചഭക്ഷണവും ചായ, സ്നാക്സ്, ഐസ്ക്രീം മുതലായവയും നൽകുന്നത് കുടുംബശ്രീ പ്രവർത്തകരാണ്. ആലപ്പുഴ നോർത്ത് CDSന് കീഴിൽ ജില്ലാ കോടതി ADS ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള മിനി ചേച്ചി ഈ പ്രവർത്തനത്തിൻ്റെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതൊന്ന് കേൾക്കാം. എൻ്റെ പേര് മിനി സുരേഷ്. ഞങ്ങൾ ഇത് 2020 സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞങ്ങളുടെ കുടുംബശ്രീയാണ് ഇത് ചെയ്യുന്നത്. കുടുംബശ്രീ എന്നല്ല, ഒരു ADSൻ്റെ കീഴിലാണ്. ഞങ്ങൾ 10 പേരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആൾ കുറവനുസരിച്ച് ഇപ്പം ഞങ്ങൾ 2 പേരെ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ 2004 കുടുംബശ്രീ അംഗമായ ആളാണ്. പിന്നെ ഇപ്പോൾ 2 തവണ ADSൻ്റെ ചെയർപേഴ്സൺ കൂടിയാണ്. നമ്മൾ CDS വഴി തന്നെ, കുടുംബശ്രീ വഴി തന്നെയാണ് നമുക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള ഇത് കിട്ടിയത്. ആദ്യം തന്നെ ഞങ്ങൾ ചെറിയ ലഘുഭക്ഷണമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം നമ്മൾ ഊണ് കൊടുക്കുന്നുണ്ട്. ഊണ് 100 രൂപ, പിന്നെ എക്സ്ട്രാ കരിമീനൊക്കെ ഉണ്ട്. ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ജില്ലാ ഭക്ഷണിയിൽ നിന്ന് CDSൽ അറിയിച്ചിട്ട് CDSൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇതിൽ വന്നത്. ഇതുകൊണ്ട് നേട്ടമെന്ന് പറഞ്ഞാൽ നല്ല രീതി നമ്മളിപ്പോൾ 10 കുടുംബങ്ങൾ നല്ല ഒരു ഇതിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്നു. ഇപ്പോൾ 4 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്, 4 വർഷവും ഇതിൽ പോകുന്നുണ്ട്. 2018 വന്ന പ്രളയം അത് നമ്മുടെ ഈ നാടിന് നല്ല രീതിയിൽ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് നല്ല രീതിയിലുള്ള വൻ നഷ്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതമാർഗമൊക്കെ എല്ലാം പോയായിരുന്നു. പിന്നെ വന്നത് അതിജീവിച്ചത് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താണ്. പിന്നെ അത് കഴിഞ്ഞ് 2018 ഇത് ആയെങ്കിലും ഇത് റണ്ണിങ് ആയില്ലായിരുന്നു. 2020 ശരിക്കും. പിന്നെ അത് ഓടിത്തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും കോവിഡ് വന്ന് പിന്നെയും കുറേ നാൾ എല്ലാം കഷ്ടപ്പാടായിരുന്നു. എങ്കിലും പിന്നെ ഇത് ഓടി തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു. വേഗ ബോട്ടിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ബോട്ട് ജീവനക്കാരൻ കൂടിയായ സലാം സാറിനും പറയാനുള്ളത് നല്ല അനുഭവങ്ങളാണ്. നമ്മുടെ കുടുംബശ്രീയുടെ ഒരു ഫുഡ് കോർട്ടിനകത്തുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് നിൽക്കുന്നത് നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് കിട്ടുന്ന അതേ റേറ്റിലാണ്, ഏറ്റവും ചുരുങ്ങിയ റേറ്റിലാണ്. ഒരു ചായ എന്ന് വെച്ചാൽ 10 രൂപയാണ്. ഊണ് 100 രൂപയാണെങ്കിൽ തന്നെയും അതിൻ്റെ കൂടെ ഒരു വറുത്ത ഒരു മീനുണ്ടാവും, ഒരു മീൻ കറി ഉണ്ടാകും. പിന്നെ അതിനോട് സാമ്പാർ, അവിയൽ, അതിൻ്റെ ചെറിയ കറികളെല്ലാം ഉണ്ട്. വരുന്നവരൊക്കെ വളരെ മനോഹരമായി സംതൃപ്തിയോടെയാണ് 100 രൂപ കൊടുത്ത് ആ ഊണും കഴിച്ച് അവരുടെ കൂടെ സംസാരിച്ചൊക്കെ പോകുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളിലും ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു പാർട്ടിസിപ്പൻ ഞങ്ങളോട് കൂടെ ഉണ്ടാകും. നമ്മൾ എന്ത് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ആ അവസാനം ഭക്ഷണം ഒക്കെ കഴിയുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടായാൽ ആ യാത്ര ബുദ്ധിമുട്ടാവും അല്ലേ. അവർ നമ്മുടെ കൂടെ തന്നെ ആ ഭക്ഷണം പാചകം ചെയ്ത് നമ്മുടെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്തതിന് ശേഷം ആ സമയാസമയങ്ങൾ അവർക്ക് ആ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നതാണ്. ഇത് ആ കുടുംബശ്രീയിൽ എന്ന് വെച്ചാൽ 3-5 സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ വീടുകൾ കഴിയുന്നത് ഇങ്ങനെയുള്ള ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം കൊണ്ടാണ്. പ്രാദേശിക സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അതിലൂടെ പ്രാദേശികമായി തന്നെ സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കുന്നത് എങ്ങനെയെന്നും അതിലൂടെ കുടുംബശ്രീയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ സാമ്പത്തിക ശാക്തീകരണം, സാമൂഹിക ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം എന്നിവ നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്നതിനുമുള്ള മാതൃകയാണ് ആലപ്പുഴ നോർത്ത് CDSന് കീഴിലുള്ള ഈ പ്രവർത്തനം എന്നതിൽ തർക്കമില്ല. ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നതിനു വേണ്ടി എല്ലാ കുടുംബശ്രീ യൂണിറ്റുകൾക്കും കഴിയട്ടെ.